ഹലോ, അഫീസ് നോട്ട്ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഫ്ര. അപ്പോൾ തമ്പനയിൽ കണ്ടപ്പോൾ ഏകദേശം ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇന്നത്തേതൊരു ഹോം ടൂർ വീഡിയോ ആണ് കേട്ടോ. ഇതിനു മുൻപ് ഞാനൊരു ഹോം ടൂർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സിസ്റ്ററിൻ്റെ വീടിൻ്റെ. അപ്പോൾ അത് കാണാത്തവർ കണ്ടു നോക്കണം കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എൻ്റെ ചാനലിൻ്റെ ഹോം പേജ് നോക്കിയാൽ കാണാം. അപ്പോൾ ഡോറ് തുറന്ന് നേരെ നമ്മൾ സിറ്റിംഗ് ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു 35 വർഷത്തോളമായി ഈ ഒരു വീട് പണിതെന്ന് വെച്ചാൽ പണിതിട്ടുള്ള രൂപം ഇങ്ങനെയല്ല, ഒരുപാട് മേക്ക് ഓവർ നടത്തിയെടുത്തിട്ടുള്ള വീടാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ തമ്പനയിൽ അങ്ങനെ ഇട്ടത്. അപ്പോൾ ഇതിൻ്റെ മേക്ക് ഓവർ ചെയ്യുന്നതിന് മുൻപത്തെ ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ ഇട്ടിട്ടുണ്ട്. ഇവിടെ അയാനുൻ്റെ മണി ബോക്സ് വെച്ചിട്ടുണ്ട്. പിന്നെ അവനക്ക് ആദ്യമായിട്ട് കിട്ടിയ ട്രോഫി കളറിങ് കോമ്പറ്റീഷന് കിട്ടിയിട്ടുള്ളത്. സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ നമ്മൾ കുക്കീസ് കറിയൊക്കെ കിട്ടുന്ന കണ്ടെയ്നർ ഇല്ലേ, അപ്പോൾ ഇതുപോലത്തെ ഒരു കണ്ടെയ്നർ ചെറുതായിട്ട് പൊട്ടിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഇതുപോലൊരു മണി ബോക്സ് ചെയ്താലോ എന്ന് വിചാരിച്ച് ചെയ്ത് നോക്കിയതാണ്. ഐഷയുടെ പഴയ ഒരു പാകാവാത്ത ഡ്രസ്സ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണിത്. അപ്പോൾ ഈ കാണുന്നതാണ് ഉപ്പാടേയും ഉമ്മാടേയും ബെഡ്റൂം. ഈ വീട്ടിൽ കുറേ ബെഡ്റൂം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെട്ടി ചുരുക്കി 4 റൂമാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം 3 റൂമുള്ളൂ. പഴയ വീടായതുകൊണ്ട് തന്നെ ബെഡ്റൂമൊക്കെ സൗകര്യം കുറവാണ്. അപ്പോൾ ഈ കാണുന്നത് 2 ബെഡ്റൂമായിരുന്നു. കണ്ടോ, 2 ബെഡ്റൂമിനെ ഒറ്റൊരു റൂമാക്കി. അവിടെ ഒരു ചെറിയ കിളിക്കൂട് കാണാം പുറത്തിട്ടാ. ജനലിൻ്റെ അതിലെ നോക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം, ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ വാഷ്റൂമിലേക്ക് കിടക്കുന്ന ഏരിയയിലായിട്ടാണ് ലാൻഡ് ഫോണും പിന്നെ മോഡം ഒക്കെ വെച്ചിട്ടുള്ളത്. ഈ വാഷ്റൂമുള്ള ഭാഗം മുൻപ് ഒരു ബെഡ്റൂം തന്നെ ആയിരുന്നു. അപ്പം 3 ബെഡ്റൂമിനെ ഡിവൈഡ് ചെയ്ത് 2 ബെഡ്റൂമും വാഷ്റൂമാക്കി എടുത്ത്. ഇതൊക്കെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള വർക്കുകളാണ് കേട്ടോ, ഈ മേലെ കാണുന്നതൊക്കെ. ഫോണൊക്കെ ചാർജ് ചെയ്ത് വെക്കാൻ എളുപ്പത്തിന് പഴയൊരു ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലിൽ നിന്ന് ഇതുപോലെ ഒരു ഓർഗനൈസർ ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ നിന്നാണ് 3 ബെഡ്റൂമിലേക്കുള്ള എൻട്രി ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ 2 ബെഡ്റൂം കൂട്ടി ഒരു ബെഡ്റൂമാക്കി അവിടെ ഒരു ടേബിൾ ഇടുക ചെയ്തത്. ആ കാണുന്ന ഡോറ് ഒന്നും ചെയ്തില്ല. 2 റൂമും ഒന്നാക്കിയപ്പോൾ ഡോർ അപ്പുറത്തുനിന്ന് പൂട്ടി. എന്നിട്ട് ഇപ്പുറത്ത് അയൺ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ടേബിൾ ഇപ്പുറത്ത് കൊണ്ടിട്ടു. ഒരു ഷൂ ബോക്സും ക്ലോത്തും വെച്ചിട്ടൊരു ഓർഗനൈസർ, അയൺ ബോക്സും സ്പ്രേ ബോട്ടിലും വെക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ അവിടെ നിന്ന് തന്നെ ഫോൺ ചാർജ് ചെയ്യാൻ വേറൊരു ഷാംപൂ ബോട്ടിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ പെങ്ങളും കൂടി ചെയ്തിട്ടുള്ള ഗ്ലാസ് പെയിൻറ്റിങ്സ് ആണിത്. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ നോക്കി പഠിച്ചിരുന്ന ചാർട്ടാണിത്. അതിപ്പോൾ ഞാൻ അയാനുവിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. പിന്നെ ഐഷാനൊക്കെ എടുത്താൻ വേണ്ടിയിട്ടുള്ള പായ എളുപ്പത്തിന് എടുക്കാനാണ് ഇവിടെ തന്നെ കൊണ്ടുവച്ചിരിക്കുന്നത്. ഇനി ഞങ്ങളുടെ ബെഡ്റൂം കാണാം. ഈ റൂമിലും വെച്ചിട്ടുണ്ട് മൊബൈലൊക്കെ വെക്കാനും ചാർജ് വെക്കാനൊക്കെ ആയിട്ടൊരു ഓർഗനൈസർ. എല്ലാ റൂമിലും ഉണ്ട്, ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് ബെഡ്റൂമിൽ നിന്ന് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. പിന്നെ ഒരു കോമൺ ബാത്റൂമാണുള്ളത്. വീടിനോട് ചേർന്നിട്ട് തന്നെ പഴയ കുളിമുറിയും ടോയ്ലറ്റും ഒക്കെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ ഇട്ടേർക്കാണ്. ഇപ്പോൾ ആരും യൂസ് ചെയ്യണില്ല. പണ്ട് എല്ലാ വീടുകളിലും ഉണ്ടാവില്ല ഇങ്ങനെ പുറത്ത് ബാത്റൂമൊക്കെ. വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് തന്നെയാണ് ഹസ്ബൻഡിൻ്റെ ഇക്കാടെ വീട്. അവരിവിടെ ഇല്ല, മസ്കറ്റിലാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവർ വന്നു കഴിഞ്ഞാൽ ആ വീടിൻ്റെ ഹോം ടൂർ ഉണ്ടായിരിക്കുന്നതാണ്. ആ കാണുന്നത് ഒരു പഴയ തൊഴുത്തായിരുന്നു. ഇപ്പം അത് വിറകുവരാക്കി.
വിറക് പുരയുടെ സൈഡിലുള്ള ഈ ഒരു അട്ടത്തിട്ടിട്ടാണ് കോളപ്പുളിയൊക്കെ ഉമ്മ തീ കൊള്ളിക്കാനിടാറ്. പിന്നെ കുറച്ചാൾ മുന്നേ ഞങ്ങൾ ഫുഡ് വേസ്റ്റൊക്കെ ഇതുപോലെ ഒരു പൈപ്പ് PVC പൈപ്പാണത്. പൈപ്പ് മണ്ണിലേക്ക് താഴ്ത്തി ഇറക്കിയിട്ട് അതിലിട്ടിട്ട് മൂടി വെച്ചായിരുന്നു. അപ്പോൾ അത് നമുക്ക് കമ്പോസ്റ്റായിട്ടൊക്കെ ഉപയോഗിക്കാം, ചെടിക്കും ഒക്കെ ഇട്ട് കൊടുക്കാം, മരത്തിനൊക്കെ. അപ്പോൾ എപ്പോഴും പറയണ പോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നിട്ട് തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അതിൽ ഓൾ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു റൂമിൻ്റെ ജനലിൻ്റെ അതിൽ നോക്കിയാൽ ഒരു കിളിക്കൂട് കാണാമെന്ന്. ഇതാണ് കേട്ടോ. ഇപ്പം അതിൽ കിളിയില്ല, ഒരു ബ്ലാക്ക് കളറിലുള്ളൊരു കുഞ്ഞു കിളിയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഈ കാണതാണ് സ്റ്റോർ റൂം ആയാലും അധികം ഡീപ്പായിട്ട് ഞാൻ കാണിക്കുന്നില്ല. വർക്ക് ഏരിയ എന്ന് പറയാനുള്ള ഒരു പോർഷനൊന്നും ഇല്ല. അപ്പോൾ ഈ ഒരു ചെറിയ പോർഷനിലാണ് ഞങ്ങൾ ലോണ്ടറി ബാസ്ക്കറ്റും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. ഇവിടെയാണ് കോമൺ ബാത്റൂം ഉള്ളത്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഏരിയ ആയ കിച്ചൺ കാണാം. കിച്ചണ് പഴയ മോഡലായ കാരണം ഫസ്റ്റ് തന്നെ എൻ്റർ ചെയ്യുമ്പോൾ കാണുന്നത് വിറകടുപ്പാണ് കാണാം. ഇതൊക്കെ കൂട്ടിയെടുത്തിട്ടുള്ള ഭാഗങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഒരുവിധം വലിയ പാത്രങ്ങളൊക്കെ സ്റ്റോർ റൂമിലാണ് വെക്കുക. അത് കാരണം സ്ലാബിൻ്റെ മുകളിലധികം സാധനങ്ങളൊന്നും അങ്ങനെ വെക്കാറില്ല. മോഡുലാർ കിച്ചൺ എന്നല്ല, സാധാരണ ഒരു അടുക്കളയാണ് കേട്ടോ. പ്ലാസ്റ്റിക് ബാഗ്സും കവറൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു ഓർഗനൈസറാണിത്. ഈ കാണുന്ന ബോട്ടിലിൽ നിന്നാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. മേലെ കൂടി കവറുകൾ ഇട്ടിട്ട് താഴെക്കൂടി നമുക്ക് വലിച്ചെടുക്കാം. പിന്നെ കിച്ചണിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഓർഗനൈസറാണ് ടിഷ്യൂ ഓർഗനൈസർ കേട്ടോ, ടിഷ്യൂ ബോക്സ്. അപ്പോൾ ഇത് ഒരു ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ഐഡിയ തന്നെയാണ്. ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ജാർ ഉണ്ടായിരുന്നു. ഇതല്ല, ഇതേപോലെ തന്നെ സെയിം. അപ്പോൾ അതിനെ ഞാൻ കറക്റ്റ് അളവ് നോക്കി മുറിച്ചിട്ട് ആ ഫോട്ടോയിൽ കണ്ട പോലെ ആക്കി. എന്നിട്ട് രണ്ട് എൻഡിൽ ഇങ്ങനെ ഒരു കർവ് പോലെ വെച്ചിട്ട്, കാരണം നമുക്കായ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഒട്ടിക്കണമല്ലോ ക്ലോത്തിൻ്റെ പീസ്, അതിന് വേണ്ടിയിട്ട് അങ്ങനെ വെട്ടി. ഈ മുകളിൽ ചുറ്റിയിട്ടുള്ള റോപ്പ് പഴയ ഒരു വേസ്റ്റ് കയറായിരുന്നു കേട്ടോ, ഒരു റോപ്പായിരുന്നു. അതുപോലെ അതിൻ്റെ മൂടി അതെ പഴയൊരു പെയിൻറ് ടിന്നിൻ്റെ മൂടിയായിരുന്നു. താഴെ ഒരു ഹോൾ ഇട്ട് കൊടുത്തിരുന്നു ആ കണ്ടെയ്നറിൽ. എന്നിട്ട് വേറൊരു ക്ലോത്ത് താഴെ നിന്ന് ഒട്ടിച്ച് വെച്ചിട്ട് കയറ് ഒട്ടിച്ചു കൊടുത്ത് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് എല്ലാം ഞാൻ ഒട്ടിച്ചിട്ടുള്ളത് കേട്ടോ. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ആയിരുന്നു ഫസ്റ്റ് ചെയ്തിട്ട്. എന്നിട്ട് പിന്നെ അക്രിലിക് പെയിൻ്റൊക്കെ വെച്ചിട്ട് ഞാൻ പെയിൻറ് ചെയ്ത് കൊടുത്തതാണ്. അങ്ങനെ അതിൻ്റെ മൂടിയും അക്രിലിക് പെയിൻറ് വെച്ച് ജസ്റ്റ് ഒന്ന് പെയിൻറ് ചെയ്തെടുത്ത്. ഞാനിങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും വേസ്റ്റ് പ്രൊഡക്ട്സിൽ നിന്ന് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അപ്പോൾ അത് വേസ്റ്റായി പോവില്ല, നമുക്ക് യൂസ്ഫുള്ളായൊരു ഐറ്റം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഈ ഹോം ടൂർ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി വേറൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വരും. നോട്ടിഫിക്കേഷനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. കമൻസൊക്കെ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എൻ്റെ മുൻപത്തെ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ എൻ്റെ ഹോം പേജിൽ പോവുക. അവിടെ ആഫീസ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്താൽ എൻ്റെ ഹോമിലേക്ക് റീഡയറക്റ്റ് ആവും. എന്നിട്ട് അവിടെ പോയി വീഡിയോസ് അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നോക്കി ഒന്ന് കാണാം. ടൈം കിട്ടുമ്പോൾ ലൈക്സ് തരാം, ഷെയർ ചെയ്യുക, അതുപോലെ കമൻസ് ഇടാൻ മറക്കരുത്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.